നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ എത്തുന്നത് കാത്തിരുന്ന ഒരാളുണ്ട്. പെട്ടെന്ന് തോന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണെന്ന്. പക്ഷേ ട്രംപ് അല്ലാതെ മറ്റൊരാൾ കൂടി നരേന്ദ്രമോദിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ വ്യക്തി തൻ്റെ ചുമതല ഏറ്റെടുത്തിട്ട് കഷ്ടിച്ച് 2-3 മണിക്കൂറുകൾ മാത്രമേ ആയിരുന്നുള്ളൂ. അപ്പോഴാണ് അറിയുന്നത് മോദി വരുന്നുണ്ട് എന്നറിഞ്ഞ് മോദിയെ കാണണം എന്ന് കരുതി വൈറ്റ് ഹൗസിൽ ബ്ലെയർ ഹൗസ് എന്ന് പറഞ്ഞ ഗസ്റ്റ് ഹൗസ്, വൈറ്റ് ഹൗസിൽ തന്നെയുള്ള ഗസ്റ്റ് ഹൗസാണ് ബ്ലെയർ ഹൗസിൽ കാത്തിരുന്നു ആളെക്കുറിച്ച് ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയാം. അതിനുശേഷം ഈ വ്യക്തിയെക്കുറിച്ചും എന്തിനു കാത്തിരുന്നുവെന്നും മോദിയുമായുള്ള ബന്ധം എന്താണെന്നും ഞാൻ പിന്നാലെ പറയാം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അമേരിക്കയിൽ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുണ്ട്. നാഷണൽ ഇൻ്റലിജൻസ് എന്നാണ് പറയുന്നത്. നാഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു ഏജൻസി അമേരിക്കയ്ക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ദീർഘകാലമായി അമേരിക്ക പറയാറുണ്ടായിരുന്ന അങ്ങനൊരു ഏജൻസി ഇല്ല എന്നായിരുന്നു. അപ്പോൾ നമുക്കറിയാം അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ CIA ഉണ്ട്, പിന്നെ CIA ഉൾപ്പെടെ FBI തുടങ്ങി 18ഓളം ഏജൻസികൾ അമേരിക്കയ്ക്കുണ്ട്. ഈ ഏജൻസികളെക്കുറിച്ച് നമുക്കറിയാം. CIA ആണ് ലോകത്തെവിടെയും അമേരിക്കയ്ക്ക് വേണ്ടി അമേരിക്കയുടെ താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ആളുകളുടെ അസാസിനേഷൻ, സർക്കാരുകളെ അട്ടിമറിക്കൽ, ചാരസംഘടനയാണല്ലോ CIA. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും CIA നടത്താറുണ്ട്. നമ്മൾ പറയാറുണ്ട് കേരളത്തിൽ ആദ്യത്തെ EMS സർക്കാരിനെ അട്ടിമറിച്ചത് പോലും CIA ആണ്. വിമോചന സമരം CIയുടെ ശിശുവാണ്. ഇവിടുത്തെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ വിമോചന സമരത്തെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് CIA അവർക്ക് കോടിക്കണക്കിന് രൂപ കേരളത്തിൽ മലയാളത്തിലെ 2 പത്രങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ നിഷേധിക്കപ്പെട്ട കാര്യമല്ല, ചരിത്രമാണ്. അപ്പോൾ CIA ആണ് നമുക്കറിയാവുന്ന ലോകത്തെ വ്യാപകമായി അമേരിക്കൻ താല്പര്യങ്ങൾ നടപ്പാക്കുന്ന ഏജൻസി. അതുകൂടാതെ നാഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് വാർത്തകളിൽ വന്നിരുന്നു. പക്ഷേ ഈ നാഷണൽ ഇൻ്റലിജൻസ് ഏജൻസി ഉണ്ടെന്നുള്ളത് അമേരിക്ക ഒരിക്കലും സ്ഥിരീകരിച്ചിരുന്നില്ല മുൻകാലങ്ങളിൽ. പക്ഷേ ഇപ്പോൾ ട്രംപിൻ്റെ കാലത്താണെന്ന് തോന്നുന്നു നാഷണൽ ഇൻ്റലിജൻസ് ഏജൻസി ഉണ്ട് എന്ന് ട്രംപ് സർക്കാർ പരസ്യമായി പറയുകയും ട്രംപിൻ്റെ താല്പര്യമുള്ള ആളുകളെ അതിനകത്തേക്ക് കൊണ്ടുവരാൻ ട്രംപ് ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരികയും ചെയ്തു. അങ്ങനെ ട്രംപ് ഈ നാഷണൽ ഇൻ്റലിജൻസ് ഏജൻസിയുടെ ഡയറക്ടറായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് തുളസി ഗബ്ബാർഡ്. തുളസിയല്ല, തുൾസിയാണ് ശരിക്കും. നമ്മൾ പറയുമ്പോൾ നമ്മുടെ തുളസി എന്നായി പോകുന്നതാണ്. തുൾസി ഗബ്ബാർഡ് എന്നാണ് ഈ നാഷണൽ ഇൻ്റലിജൻസ് ഏജൻസിയുടെ ഡയറക്ടറായിട്ട് വന്നിരിക്കുന്ന മഹതിയുടെ പേരെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ഈ ABC തന്നെ നമ്മളത് സംബന്ധിച്ചൊരു വീഡിയോ ദീർഘമായി ആരാണ് തുളസി ഗബ്ബാർഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തു. തുളസി ഗബ്ബാർഡിനെ സംബന്ധിച്ചിടത്തോളം തുളസി ഗബ്ബാർഡിൻ്റെ ചുമതല ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ് ഏജൻസിയാണ്. അമേരിക്ക കഴിഞ്ഞ കുറേ കാലമായി, ട്രംപിൻ്റെ കാലത്ത് മാത്രമല്ല അതിന് തൊട്ട് മുമ്പും ട്രംപിൻ്റെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ് ഏജൻസി എന്ന് പറയുന്ന ഈ സ്ഥാനത്തെക്കുറിച്ച് ലോകം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അമേരിക്കയുടെ 17 ഏജൻസികൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ അമേരിക്കയുണ്ട്. അതിൻ്റെയൊക്കെ മുകളിൽ പ്രവർത്തിക്കുന്ന 17 രഹസ്യാന്വേഷണ ഏജൻസികളുടെയും മുകളിൽ പ്രവർത്തിക്കുന്ന രഹസ്യാന്വേഷണ ഏജൻസിയാണ് നാഷണൽ ഇൻ്റലിജൻസ് അഥവാ DNI, ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ് എന്ന പോസ്റ്റിലിരിക്കുന്ന ആൾ അമേരിക്കയുടെ നാഷണൽ ഇൻ്റലിജൻസ് ഏജൻസി ഉൾപ്പെടെ 18 രഹസ്യാന്വേഷണ ഏജൻസികളും കണ്ടെത്തുന്ന വിവരങ്ങൾ മുഴുവൻ അറിയുന്ന ഒരാളാണ്. അപ്പോൾ ലോകത്ത് എവിടെ നടക്കുന്ന അമേരിക്കയുടെ താല്പര്യാർത്ഥമുള്ള ചാരപ്രവർത്തനങ്ങളുടെയും വിവരം മേശപ്പുറത്ത് ലഭിക്കുന്ന അതിശക്തമായ പോസ്റ്റാണ് ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ്. ഈ പോസ്റ്റിലാണ് ഇപ്പോൾ തുളസി ഗബ്ബാർഡ് ഇരിക്കുന്നത്. തുളസി ഗബ്ബാർഡ് അമേരിക്കക്കാരിയാണ്. അമേരിക്കയിൽ ജനിച്ചു വളർന്ന മാതാപിതാക്കൾ അമേരിക്കക്കാരായ ഒരാളാണ്. അപ്പോൾ തുളസി ഗബ്ബാർഡ് എന്നുള്ള പേര് വന്നത് അവരുടെ മാതാവ് ഹിന്ദുമതം സ്വീകരിച്ച് അവർ വൈഷ്ണവ മതവിശ്വാസിയായി വിഷ്ണു ഭക്തയായി മാറിയിട്ട് ഹിന്ദുമതം സ്വീകരിച്ച് പരമ്പരാഗതമായി ഹിന്ദുവായി ജീവിക്കുന്ന ആളാണ് തുളസി ഗബ്ബാർഡിൻ്റെ മാതാവ്. അതുകൊണ്ടാണ് തുളസി അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഒരു തുളസി എന്നുള്ള പേരിടുകയും ഹിന്ദുമത വിശ്വാസിയായിട്ട് ജീവിക്കുകയും ചെയ്യുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അതേക്കുറിച്ചല്ല പറയാൻ പോകുന്നത്. ഈ തുളസി ഗബ്ബാർഡിനെ സംബന്ധിച്ച് ട്രംപുമായിട്ട് വളരെ അടുപ്പമുള്ള ജോലിയാണ് ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഈ പദവിയിലിരിക്കുമ്പോൾ. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ പോലും രാവിലെ മുഖ്യമന്ത്രി ഓഫീസിലെത്തിയാൽ ഇൻ്റലിജൻസിൻ്റെ DGP ഉണ്ട്. രഹസ്യാന്വേഷണം, സംസ്ഥാനത്തെ രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുന്ന ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച്, നമ്മളങ്ങനെയാണല്ലോ പറയുന്നത്, സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻ്റലിജൻസ് ആണ്. ഇൻ്റലിജൻസിൻ്റെ ADGP
DGP റാങ്കിലാണ്. DGP പൊതുവിൽ ADGP റാങ്കിലാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് മേധാവിയുള്ളത്. ഇൻ്റലിജൻസ് മേധാവി മുഖ്യമന്ത്രിയെ എല്ലാ ദിവസവും കണ്ട് ഒരു ബ്രീഫിംഗ് നടത്തും. അതായത് സംസ്ഥാനത്ത് തലേദിവസം രാത്രി മുതൽ രാവിലെ 10 മണി വരെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ലോ ആൻഡ് ഓർഡർ സംബന്ധിച്ച് ചിലപ്പോൾ രാഷ്ട്രീയം ഉണ്ടാകാം, രാഷ്ട്രീയ നേതാക്കന്മാരെടുത്തിട്ടുള്ള നിലപാടുണ്ടാവാം. ഇങ്ങനെ രാഷ്ട്രീയവും ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ സമഗ്രമായി മുഖ്യമന്ത്രിയെ അറിയിക്കുന്ന ഒരു പരിപാടി സംസ്ഥാനത്തെ ഇൻ്റലിജൻസിനുണ്ട്. ഇത് തന്നെ കേന്ദ്രത്തിലുമുണ്ട്. ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഒരു ബ്രീഫിംഗ് പ്രധാനമന്ത്രിക്കുണ്ടാവും, ആഭ്യന്തരമന്ത്രിക്കുണ്ടാവും. അതനുസരിച്ചാണ് ഒരു ദിവസം രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നത്. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാവിലെ ഉണർന്നെണീറ്റാൽ അദ്ദേഹം ആദ്യം ചെയ്യുന്ന ചിലപ്പോൾ ഒരു കോഫി കുടിക്കുകയായിരിക്കും. കോഫി കുടിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓവൽ ഓഫീസിൽ എത്തുമ്പോഴോ ഇനി എത്താൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലോ എത്തി അന്ന് ലോകത്തെമ്പാടും, അമേരിക്കയിൽ മാത്രമല്ല ലോകത്തെമ്പാടും നടക്കുന്ന വസ്തുതകളുടെ ഒരു വിവരണം അമേരിക്കൻ പ്രസിഡന്റിനെ ബ്രീഫ് ചെയ്യുക എന്ന ചുമതല തുളസി ഗബാർഡിനാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ പദവിയിലാണ് ഈ മഹദി എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം, അവർ നമ്മുടെ സംസ്കാരത്തെ, ഇന്ത്യൻ സംസ്കാരത്തെ പേറുന്നു. അവർ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അവർ വിഷ്ണുവിനെ, കൃഷ്ണനെയൊക്കെ സ്തുതിക്കുന്ന ഗാനങ്ങൾ പൊതുവേദികളിൽ ആലപിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ മതവിശ്വാസത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ത്യൻ കൾച്ചറുമായി ഇവർക്ക് വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ഈ ചുമതല ഏൽപ്പിക്കുമ്പോൾ, ഒരു ഹിന്ദുവായിട്ടുള്ള ഒരാളെ അങ്ങനെ ചുമതല ഏൽപ്പിക്കുമ്പോൾ ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് ട്രംപിൻ്റെ പാർട്ടിയിൽ തന്നെ, മാഗയിൽ തന്നെ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ അവർ വിചാരണയല്ല, അവർ വിളിച്ചു കൂട്ടിയിട്ട് അമേരിക്കൻ സെനറ്റിൻ്റെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നൊക്കെ പറയുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുമ്പാകെ അവരെ ഒന്ന് വിളിച്ചു വരുത്തി അവരുടെ ക്രെഡൻഷ്യൽസ് ചോദിക്കും. അങ്ങനെ തുളസി ഗബാർഡിനെ വിളിച്ചു വരുത്തി അവരുടെ ക്രെഡൻഷ്യൽസ് ചോദിച്ചപ്പോൾ അവർക്കെതിരെ അവർ പറഞ്ഞത്, എനിക്കെതിരെ വലിയ ആരോപണമുണ്ട്. ഒന്ന്, ഞാൻ സിറിയയിലെ അസദിൻ്റെ ആളാണെന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യയിലെ മോദിയുടെ ആളാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അമേരിക്കയിലെ ട്രംപിൻ്റെ ആളാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ റഷ്യയിലെ പുട്ടിൻ്റെ ആളാണെന്ന് പറഞ്ഞു. ഒരേ സമയം ഒരാൾക്ക് 4 പേരുടെ ആളാവാനൊന്നും കഴിയില്ലല്ലോ. ഇതെല്ലാം എന്നെക്കുറിച്ച് ഈ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അമേരിക്കയിലെ ഡീപ്പ് സ്റ്റേറ്റാണ്. ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ബൈഡനുണ്ട്, ഒബാമയുണ്ട്, ജോർജ് സോറോസ് ഉണ്ട്. ഇവരൊക്കെ ഉൾപ്പെടുന്ന ഡീപ്പ് സ്റ്റേറ്റാണ് തുളസി ഗബാർഡ് എന്ന് പറയുന്ന ഈ മഹദിയെക്കുറിച്ച് ഈ അമേരിക്കൻ കോൺഗ്രസ് അംഗമായ, കോൺഗ്രസ് എന്ന് പറയുന്ന അവിടുത്തെ പാർലമെൻറ്റാണല്ലോ, കോൺഗ്രസ് അംഗമായ തുളസി ഗബാർഡിനെ കുറിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് തുളസി ഇതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുമ്പാകെ പറഞ്ഞത്, അവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരാക്ഷേപം വന്നപ്പോൾ അത് കേൾക്കാനിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മുമ്പാകെ പറഞ്ഞു, ഇവരുടെയൊക്കെ പ്രശ്നം ഞാൻ ഈ പറഞ്ഞ ആളുകളുടെ, മോദിയുടെയും പുട്ടിൻ്റെയും ട്രംപിൻ്റെയൊക്കെ പപ്പറ്റാണ്, പാവയാണ് എന്ന് പറയുന്നവരുടെ ലക്ഷ്യം എന്താണെന്നറിയോ? ഞാൻ അവരുടെ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ, ജോ ബൈഡൻ്റെ, ഒബാമയുടെ പപ്പറ്റാകാൻ, പാവയാകാൻ ഞാൻ നിന്നു കൊടുത്തില്ല എന്നുള്ളതാണ് എനിക്കെതിരെയുള്ളവരുടെ പരാതി. പിന്നെ ഞാൻ വിശ്വാസപരമായി ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ ഇനിയും ഹിന്ദുവായിരിക്കും. ഹിന്ദുയിസം എന്താണെന്ന് ഞാൻ ഇനിയും ഉറക്കെ പറയും. ഞാൻ ഇതുവരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനിയും പറയും. അതുകൊണ്ട് അമേരിക്കൻ ഭരണഘടന ഒരു കാരണവശാലും ഇതര മതങ്ങളിൽ നിന്നുള്ള ആളുകളെ അല്ലെങ്കിൽ നോൺ ക്രിസ്ത്യൻസിനെ, ക്രിസ്ത്യാനികളല്ലാത്തവരെ പദവികളിൽ വെക്കുന്നത് വിലക്കിയിട്ടില്ല. ഭരണഘടനയിൽ അങ്ങനെ അമേരിക്കയിൽ ഏതെങ്കിലും സ്ഥാനത്ത് വരണമെങ്കിൽ ക്രൈസ്തവനായിരിക്കണം എന്നൊരു വ്യവസ്ഥ ഇല്ലാത്തതുകൊണ്ട് ഐ ആം ഫിറ്റ് ഫോർ ദിസ് പോസ്റ്റ് എന്ന് തുളസി ഗബാർഡ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുമ്പാകെ വാദിച്ചത് അംഗീകരിച്ചുകൊണ്ടാണ് അവരുടെ നിയമനം സ്ഥിരപ്പെടുത്തിയത്. അപ്പോൾ ഇതാണ് അമേരിക്കയുടെ ഒരു സിറ്റുവേഷൻ. ഞാൻ പറയുന്നത് അമേരിക്കയുടെ ഈ സിറ്റുവേഷൻ, ഈ പോസ്റ്റ് എന്ന് പറയുന്നത് എത്രമാത്രം നിർണായകമാണ്. ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും വിരൽത്തുമ്പിൽ കിട്ടുന്ന ഒരാളാണ് തുളസി ഗബാർഡ്. അത്രയും പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഈ മഹദി എല്ലാ ദിവസവും പ്രസിഡന്റ് ഓഫ് അമേരിക്കയെ, ട്രംപിനെ നേരിട്ടെത്തി ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ട്രംപിനെ ബ്രീഫ് ചെയ്യുന്ന എന്ന പരമപ്രധാനമായ ജോലിയാണ് തുളസി ഗബാർഡിനുള്ളത്. ട്രംപ് രാവിലെ വന്നിട്ട് ലോകത്തെല്ലായിടത്തും ഇറങ്ങുന്ന പത്രം വായിക്കാനും ഒന്നും കഴിയില്ലല്ലോ. മാത്രമല്ല തൻ്റെ കീഴിൽ, തൻ്റെ ഉൾപ്പെടെ നാഷണൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ 18ഓളം അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഓരോ നിമിഷവും, ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും അല്ല ഞാൻ പറയുന്നത്, ഓരോ നിമിഷവും ഗാദർ ചെയ്തുകൊണ്ടിരിക്കുന്ന, സമാഹരിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റിനെ അറിയിക്കേണ്ടത്. കാരണം ലോകത്തിൻ്റെ കാര്യങ്ങളിൽ വലിയ താല്പര്യമുള്ള ഒരു പദവിയാണ് കാലങ്ങളായ അമേരിക്കൻ പ്രസിഡന്റ്ഷിപ്പ് എന്ന് പറയുന്ന പദവി. ഇതാണ് പൊതുവിൽ എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ ആദ്യ ഭാഗത്തേക്ക് വരാം. ആദ്യ ഭാഗം ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒരാൾ ബ്ലെയർ ഹൗസിൽ മോദി വരുന്നത് കാത്തിരുന്നത് മറ്റാരുമല്ല, ആൾ നിങ്ങൾക്കിപ്പോൾ ഊഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും, തുളസി ഗബാർഡ് ആയിരുന്നു. ഗബാർഡ് ചുമതലയേറ്റ്
ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ എയർഫോഴ്സ് 1 നമ്മുടെ വിമാനം നരേന്ദ്രമോദിയുടെ അമേരിക്കയുടെ എയർഫോഴ്സ് 1 ഈക്വലൻ്റായിട്ട് ഇന്ത്യയുടെ എയർ ഇന്ത്യ 1 എന്നോ മറ്റോ പേരുള്ള നമ്മുടെ വിമാനം അവിടെ ഇറങ്ങിയത്. അവിടെ ഇറങ്ങി ട്രംപ് ഉള്ള വൈറ്റ് ഹൗസിലേക്ക് മോദി എത്തുന്നു. അവിടെ ബ്ലെയർ ഹൗസ് എന്ന് പറയുന്ന വിശിഷ്ട വ്യക്തികൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ഗസ്റ്റ് ഹൗസിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു തുളസി ഗബ്ബാർഡ്. കാരണം തുളസി ഗബ്ബാർഡും മോദിയും തമ്മിൽ ദീർഘകാലത്തെ ബന്ധമുണ്ട്. വളരെ അടുത്ത സുഹൃത്ത്. പ്രായം കൊണ്ട് ഗബ്ബാർഡിനേക്കാളും 10-30 വയസ്സ് പ്രായക്കൂടുതലുള്ള ആളാണ് നരേന്ദ്രമോദി. എന്നാൽ പോലും ഇവർ തമ്മിൽ നല്ല സൗഹൃദമുണ്ട്. കാരണം 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഹവായിൽ നിന്നുള്ള കോൺഗ്രസ് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന തുളസിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. കാരണം തുളസി ഗബ്ബാർഡ് അവിടെ സനാതനധർമ്മത്തെക്കുറിച്ചും ഹിന്ദുമത വിശ്വാസത്തെക്കുറിച്ചും താനൊരു ഹിന്ദുവാണെന്ന് അഭിമാനപൂർവ്വം പറയുന്ന ആദ്യത്തെ അമേരിക്കയിൽ ജനിച്ച ആദ്യത്തെ ഹിന്ദു കോൺഗ്രസ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കാലം മുതൽ മോദിയുടെ ശ്രദ്ധയിലുണ്ട്. അതുകൊണ്ട് മോദി എന്ന് തുളസി ഗബ്ബാർഡിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു എന്ന് മാത്രമല്ല, ആ ക്ഷണം സ്വീകരിച്ച് അവരിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ അവർ മോദിക്കൊരു സമ്മാനം കൊടുത്തു. ആ സമ്മാനം എന്ന് പറയുന്നത് തൻ്റെ കുട്ടിക്കാലം മുതൽ താൻ സെനറ്ററായി കോൺഗ്രസ് അംഗമായി ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ, ഹവായിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ പുസ്തകം തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആ പുസ്തകം ഭഗവത്ഗീതയാണ്. തൻ്റെ കുട്ടിക്കാലം മുതൽ തൻ്റെ സന്തത സഹചാരിയായ താൻ സത്യപ്രതിജ്ഞ ചെയ്ത അതേ ഭഗവത്ഗീത വളരെ പ്രഷ്യസായി വിലമതിക്കാത്തതായി തുളസി ഗബ്ബാർഡ് കരുതിയിരുന്ന ആ ഭഗവത്ഗീത നരേന്ദ്രമോദിക്ക് സമ്മാനമായി കൊടുത്തു. നോക്കൂ, ഒരാൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ തൻ്റെ ജനനം മുതൽ തൻ്റെ പ്രധാനപ്പെട്ട ഔദ്യോഗിക ചുമതല ഏൽക്കുന്നത് വരെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് അഭിവന്ദ്യനായ മറ്റൊരാൾക്ക് കൈമാറുന്ന ആ രംഗമുണ്ടല്ലോ, അതിൻ്റെ ഒരു വികാരവായ്പുണ്ട്. അവരത്രയും വികാരത്തോടെ, ബഹുമതിയോടെ, ബഹുമാനത്തോടെ, ആദരവോടെയാണ് ആ ഭഗവത്ഗീത നരേന്ദ്രമോദിക്ക് കൊടുത്തത്. അത് മോദിയുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. മോദിയുടെ മനസ്സിൽ അന്നു മുതൽ തുളസി ഗബ്ബാർഡ് ഉണ്ട്. 2015 ആയപ്പോഴത്തേക്കും തുളസി ഗബ്ബാർഡിൻ്റെ വിവാഹം വന്നു. അപ്പോൾ അമേരിക്കയിലെ ഒരു കോൺഗ്രസ് അംഗത്തിൻ്റെ വിവാഹത്തിന് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി അങ്ങനെ പോയാലൊന്നുമില്ല, വേണമെങ്കിൽ മോദിക്ക് പോകാം. പക്ഷേ അത് അത്രയും ഒരു റിസ്ക് എടുക്കാൻ മോദി തയ്യാറായില്ല. പകരം തുളസി ഗബ്ബാർഡ് വിവാഹത്തിന് ക്ഷണിച്ചു. മോദി ഇവിടെ നിന്ന് ഒരാളെ അയച്ചു. RSSൻ്റെ നേതാവായിരുന്ന റാം മാധവിനെയാണ് അമേരിക്കയിലേക്ക് തുളസി ഗബ്ബാർഡിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മോദി പറഞ്ഞയച്ചത്. മോദി അന്ന് ചില സമ്മാനങ്ങൾ കൊടുത്തയച്ചു തുളസിക്ക്. ഒന്ന് ഒരു ഗണേശ വിഗ്രഹമായിരുന്നു. രണ്ടാമത്തത് ഒരു പഷ്മിന ഷാളാണ്. പഷ്മിന ഷാൾ എന്ന് പറഞ്ഞാൽ കാശ്മീരിലെ പരമ്പരാഗതമായ ഒരു ഷോളാണ്. ഈ ഷോള് വളരെ വിലയേറിയ ഷാളാണ്. കാരണം അപൂർവമാണ്, ഒരുപാട് ഉണ്ടാക്കുന്നില്ല. ഹിമാലയത്തിലുള്ള ചങ്താങ്കി എന്ന് പറയുന്ന ആട്, ഈ ആടിൻ്റെ രോമത്തിൽ നിന്ന്, വൂളിൽ നിന്നുണ്ടാക്കുന്ന, നെയ്തെടുക്കുന്ന ചങ്താങ്കി ഗോട്ട്സിൻ്റെ ആടുകളുടെ രോമത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഷോളാണ് പഷ്മിന ഷോൾ. ഈ ഷോളിന് വളരെ വിലയേറിയാണ്, അമൂല്യമാണ്, പ്രഷ്യസാണ്. അങ്ങനെയൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല, വലിയ കോസ്റ്റ്ലിയാണ്. അതുമാത്രമല്ല ഇത് വില കൂടിയതാവാൻ കാരണം നമ്മുടെ ഈ പറഞ്ഞ ചങ്താങ്കി ഒരാടിൽ നിന്ന് കഷ്ടിച്ച് 150 ഗ്രാമൊക്കെ ഊള് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ഷോൾ നെയ്യണമെങ്കിൽ എത്രയോ ആടുകളുടെ വൂൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് വില കൂടുന്നത്. മാത്രമല്ല ഈ ആടുകൾ വളരെ റെയറാണ്. ഹിമാലയ സാനുക്കളിൽ മാത്രം ജീവിക്കുന്ന ആടുകൾ, വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ജീവികളാണ്. അവയെ കൊന്നിട്ടൊന്നുമല്ല കേട്ടോ ഈ അവരുടെ രോമം, ഈ വൂളെടുക്കുന്നത്. അവയെ പരിപാലിച്ച് വളർത്തി അവയുടെ വൂള് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഈ പഷ്മിന ഷോൾ. അപ്പോൾ മോദി എന്തൊക്കെയാണ് കൊടുത്തത്? ഒന്ന്, ഒരു ഗണേശ വിഗ്രഹം കൊടുത്തു. 2, ഒരു പഷ്മിന ഷോൾ കൊടുത്തയച്ചു. അതുകൂടാതെ മോദിയുടെ ഒരു പ്രൈവറ്റ് മെസ്സേജും തുളസിക്ക് കൊടുത്തയച്ചു 2015. അങ്ങനെ ആ വിവാഹ ചടങ്ങിൽ ഒരു അച്ഛൻ്റെയോ അല്ലെങ്കിൽ മുത്തച്ഛൻ്റെയോ സ്ഥാനത്ത് നിന്ന് മനസ്സുകൊണ്ടും സമ്മാനങ്ങൾ കൊണ്ടും അനുഗ്രഹിച്ചിരുന്നു മോദി. അങ്ങനെയുള്ള മോദിയാണ് പ്രധാനമന്ത്രിയായി 3ാം തവണ അമേരിക്കയിലേക്ക് വരുമ്പോൾ അമേരിക്കയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ, ലോകത്ത് തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ് എന്ന പദവി ഏറ്റെടുത്ത തുളസി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ ഉടൻ, ഒരുപക്ഷെ അതിനുശേഷം ആദ്യമായി തുളസി കാണുന്ന ലോക നേതാവ് മോദിയായിരിക്കാം. മോദിയെ കാണാൻ ഓടി വന്നത് രണ്ടുപേരും തമ്മിലുള്ള വ്യക്തിപരമായ ഒരു സൗഹൃദമാണ്. ട്രംപുമായിട്ടും ആ സൗഹൃദമുണ്ട്. തുളസിക്ക് മോദിയുമായുള്ള ഈ സൗഹൃദം
ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു പിതാവും മകളും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഊഷ്മളത ഉണ്ടാവാം. പക്ഷേ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, പ്രത്യേകിച്ച് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ, ലോകത്തെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് നെറ്റ്വർക്കിൻ്റെ മേധാവി മോദിയെ കാത്തിരുന്നുവെന്നും മോദിയുമായി വലിയ ആത്മബന്ധമുണ്ട് എന്നും പറയുമ്പോൾ ഇന്ത്യക്കും ചില ഗുണങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും എന്ന് നമ്മൾ കരുതുന്നതിൽ തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.